Hi friends, welcome to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് iPlus TVയുടെ ഒരു അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ്. എനിക്ക് 32 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ഉള്ള ഒരു TV വേണമായിരുന്നു. അങ്ങനെ ഞാൻ ആമസോണും ഫ്ലിപ്കാർട്ടും ഫുൾ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ 32 ഇഞ്ചിൻ്റെ TVകളെല്ലാം HD റെഡി ഡിസ്പ്ലേ ആയിരുന്നു. എനിക്കൊരു ഷോപ്പിൽ ആവശ്യത്തിന് വേണ്ടി ക്ലോസ് റേഞ്ചിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്കൊരു TV വേണ്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫുൾ HD പ്രിഫർ ചെയ്തത്. കാരണം റെസൊല്യൂഷൻ കുറവാണ് HD റെഡി ആകുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും നമുക്ക് അടുത്തിരുന്ന് കാണുമ്പോഴത്തേക്കും അതൊരു കുറച്ച് പിക്സലേറ്റഡ് ആയിട്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് ഫുൾ HD ഡിസ്പ്ലേ ഉള്ള ഒരു 32 ഇഞ്ച് സൈസിലുള്ള ഒരു TV വേണമായിരുന്നു. അങ്ങനെ ഞാൻ ആമസോണും ഫ്ലിപ്കാർട്ടും എല്ലാം സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ഇരിക്കുന്ന ഒട്ടുമിക്ക 32 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ള TVകളും HD റെഡിയുടെ ആയിരുന്നു. അങ്ങനെ ഞാൻ പതുക്കെ യൂട്യൂബിനകത്ത് പോയി സെർച്ച് ചെയ്ത് നോക്കി ഏതെങ്കിലും TV അവൈലബിലിറ്റി ഉണ്ടോ. അങ്ങനെ റിയൽമിയുടെ ഒരു TV ഞാൻ കണ്ടു. പക്ഷേ അത് എൻ്റെ ബഡ്ജറ്റിനുള്ളിലുള്ളതായിരുന്നില്ല. കാരണം എൻ്റെ ബഡ്ജറ്റ് ജസ്റ്റ് 13,000 ബഡ്ജറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഈ റിയൽമിയുടെ TVക്ക് 15,000 to 16,000 പ്രൈസ് റേഞ്ചാണ് ഉള്ളത്. പിന്നെ LGയുടെയും സാംസങ്ങിൻ്റെ കുറച്ച് മോഡൽസ് ഉണ്ട്. അതിൻ്റെ കാര്യം പറയേണ്ട, അത് 20,000 റേഞ്ചിലുള്ളതാണ്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി ഏതെങ്കിലും TV എൻ്റെ ബഡ്ജറ്റ് റേഞ്ചിലുണ്ടോ. അങ്ങനെയാണ് ഞാൻ കണ്ടെത്തിയത് ഒരു ഹലോ കൊച്ചി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ കുറച്ച് വീഡിയോസും. അതെ, ഒരു മച്ചാനാണെങ്കിൽ നമ്മൾ iPlus TVയുടെ ഫാക്ടറിയൊക്കെ വിസിറ്റ് ചെയ്തു. അവിടുത്തെ എല്ലാ മോഡൽസ് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ നടത്തി. പിന്നെ അതിൻ്റെ ഓണറുമായിട്ടുള്ള ഇൻ്റർവ്യൂ. അതിൻ്റെ ഓണർ തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മലയാളിയുടെ ആയിരുന്നു. പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ലെവലും പിന്നെ പുള്ളി പറഞ്ഞ പോലെ 3 years വാറണ്ടി കൊടുക്കുന്ന വേറൊരു കമ്പനിയും ഞാനിപ്പോൾ സെർച്ച് ചെയ്തവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതോടെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെ ഞാൻ ഫൈനലൈസ് ചെയ്തു 32 ഇഞ്ച് ഫുൾ HD ഉള്ള 3 years വാറണ്ടി ഉള്ള ഒരു TV. അങ്ങനെയാണ് ഞാൻ iPlus ചൂസ് ചെയ്തത്. ഓഗസ്റ്റിൽ അവരുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് കൊച്ചിയിൽ കേരളത്തിലെ ആദ്യത്തെ ഷോറൂം അവർ സ്റ്റാർട്ട് ചെയ്തതിനെക്കുറിച്ചാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഞാൻ വാട്സപ്പ് ചെയ്യുകയും പ്രോഡക്റ്റ് കൺഫേം ചെയ്തതിന് ശേഷം അവർ ഇതിൻ്റെ എമൗണ്ട് 11,000 രൂപ കൺഫേം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ 11,000 രൂപയും ഡെലിവറി ചാർജായ 250 രൂപ. കാരണം എനിക്ക് TV വേണ്ടിയിരുന്നത് കൊല്ലം ജില്ലയിലേക്കായിരുന്നു. സോ എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള കൊറിയർ ചാർജായ 250 രൂപയും കൂടെ പേ ചെയ്ത് ടോട്ടൽ 11,250 ഞാൻ ഓൺലൈനിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും അവർ പ്രോഡക്റ്റ് അവിടെ നിന്ന് ഷിപ്പ് ചെയ്തു. കഴിഞ്ഞ 28-ാം തീയതി, അതായത് ജനുവരി 28-ാം തീയതി ഞാൻ എമൗണ്ട് പേ ചെയ്തു. 30-ാം തീയതി എനിക്ക് ഡെലിവറി കിട്ടി. അത് ട്രാക്ക് ഓൺ കൊറിയർ സർവീസ് വഴിയാണ് അവരുടെ പാഴ്സൽ സർവീസ് ചെയ്യുന്നത്. ഈ ട്രാക്ക് ഓൺ ഡോർ ഡെലിവറി ഇല്ല, നിയർ ബൈ ഏരിയയിൽ മാത്രമേ അവർ ഡെലിവറി ചെയ്തുള്ളൂ. സോ ഞാനത് കൊറിയർ സർവീസിൻ്റെ ഓഫീസിൽ പോയി ഡയറക്റ്റ് എടുക്കുകയായിരുന്നു ചെയ്തത്. ഞാൻ ഇതുവരെ അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ അൺബോക്സ് ചെയ്യാമെന്നും. ഓക്കെ, നമുക്കിത് പാക്കറ്റ് പൊട്ടിച്ച് നോക്കാം. റിമോട്ടും TVയുടെ ലെഗുകളും യൂസർ മാനുവലും വാറണ്ടി കാർഡുമാണ് പാക്കറ്റിനകത്ത് ഉണ്ടായിരുന്നത്. 3 year റീപ്ലേസ്മെൻറ്റിന് വാറണ്ടി കാർഡിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. TVയുടെ അടിഭാഗത്തായിട്ടാണ് 3.5mm ഓഡിയോ ജാക്കും ലാൻ പോർട്ടും 2 HDMI പോർട്ടും SPDIF പോർട്ടും പിന്നെ TV ആൻറ്റിന പോർട്ടും വെച്ചിരിക്കുന്നത്. സൈഡിലായി സെറ്റപ്പ് ബോക്സിന് വേണ്ടിയിട്ടുള്ള AV പോർട്ടുകളും 2 USB പോർട്ടുകളും ഉണ്ട്. താഴെ 2 സൈഡിലുമായി ഓരോ സ്പീക്കേഴ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. പവർ കേബിളിന് ഏകദേശം 1 മീറ്ററോളം നീളവുമുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ലെഗുകൾ സെറ്റ് ചെയ്യാം. വലതുവശത്ത് ഫിറ്റ് ചെയ്യേണ്ട ലെഗിനകത്ത് 6 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് ഫിറ്റ് ചെയ്യേണ്ട സ്ഥലത്തും 6 എന്ന് മാർക്ക് കാണാം. അപ്പോൾ അത് നോക്കി നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇടതുവശത്തെ ലെഗിൽ L മാർക്കിങ്ങും അത് ഫിറ്റ് ചെയ്യേണ്ട സ്ഥലത്തും L മാർക്കിങ്ങും നമുക്ക് കാണാം. ലെഗുകൾ അത്ര സ്ട്രോങ് ഒന്നുമല്ല. കാരണം ഫാനൊന്ന് ഫുൾ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ TV ചെറുതായിട്ട് വൈബ്രേറ്റിംഗ് ചെയ്യുന്നുണ്ട്. പറന്നു പോകുമോ എന്നൊരു സംശയമുണ്ട്. പുറകുവശത്ത് ആവശ്യത്തിന് വെന്റിലേഷൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്.
ഫ്രണ്ടിൽ കുറച്ച് സ്റ്റിക്കർ വർക്കുകളൊക്കെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഫീച്ചേഴ്സ് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റിക്കേഴ്സാണ് ഉള്ളത്. പിന്നെ ഒരു ബാർകോഡും കാണാം. എനിക്ക് തോന്നുന്നത് അത് IPS പാനലിൻ്റെ ബാർകോഡാകാം. പിന്നെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് പവർ റേറ്റിംഗും കൊടുത്തിട്ടുണ്ട്. ആ പവർ റേറ്റിങ്ങിൻ്റെ സ്റ്റിക്കർ ഇളക്കിക്കളയാൻ ഞാൻ നല്ല പാടുപെട്ടു. ഇത് ടിവിയുടെ പുറകിൽ വല്ല ഒട്ടിച്ചാൽ പോരായിരുന്നു. താഴെ സെൻറ്ററിലായിട്ട് ഒരു പവർ ഇൻഡിക്കേഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ റെഡ് കളറിലും റിമോട്ടിൽ ഓൺ ചെയ്യുമ്പോൾ ഗ്രീൻ കളറിലുമായി മാറും. ഇതാണ് എനിക്ക് കിട്ടിയ റിമോട്ട്. ഇതൊരു പഴയ മോഡൽ റിമോട്ടാണ്. പക്ഷേ അവരുടെ വീഡിയോയിൽ വോയിസ് സപ്പോർട്ടുള്ള പുതിയ മോഡൽ റിമോട്ടാണ് കാണിച്ചിരുന്നത്. ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അറിയാൻ സാധിച്ചത് ആ റിമോട്ട് കിട്ടാൻ 850 രൂപ എക്സ്ട്രാ പേ ചെയ്യണമെന്നും പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലെന്നും അറിയിച്ചു. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആദ്യമേ iPlusൻ്റെ ലോഗോയും പിന്നീട് വിസ്ഡം ഷെയറിൻ്റെ ഒരു ബ്ലൂ സ്ക്രീനും കാണാം. എല്ലാ സ്മാർട്ട് ടിവികളിലെയും പോലെ ഇതിന് നല്ല ലോഡിംഗ് ടൈം എടുക്കുന്നുണ്ട്. വിസ്ഡം ഷെയർ ആണ് ഒട്ടുമിക്ക ചൈനീസ് ടിവികളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന OS വേരിയൻറ്റ്. ഈ ടിവിയും ഇന്ത്യയിൽ അസംബ്ലി ചെയ്തിരിക്കുന്ന ഒരു ചൈനീസ് മോഡൽ തന്നെയാകും. ആദ്യമേ തന്നെ നമുക്ക് വൈഫൈ സെറ്റ് ചെയ്യാം. അതാണല്ലോ ഏറ്റവും അത്യാവശ്യം. വൈഫൈ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ബാക്കി സെറ്റിംഗ്സിലെ ഓപ്ഷൻസിലേക്ക് പോകാം. ഇത് ടൈം സെറ്റിംഗ്സ് ആണ്. നമ്മൾ വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ടൈം സെറ്റ് ആവും. എന്നിരുന്നാലും ഡേറ്റ് ഫോർമാറ്റ് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. കോമൺ സെറ്റിംഗ്സിലാണ് ലാംഗ്വേജും ഇൻപുട്ട് മെത്തേഡും പിന്നെ സിസ്റ്റം റിക്കവറിയൊക്കെ കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് വഴിയാണ് നമ്മൾ ഹെഡ്സെറ്റും ബ്ലൂടൂത്ത് സ്പീക്കേഴ്സും ഒക്കെ കണക്ട് ചെയ്യുന്നത്. ഇനി ഒരു ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് വേണം പ്ലേ സ്റ്റോറിൽ നിന്നും സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ. ലാസ്റ്റ് ആയിട്ട് സിസ്റ്റം ഇൻഫോയും കൊടുത്തിട്ടുണ്ട്. ഇന്റർണൽ സ്റ്റോറേജ് 60GB, മെമ്മറി 2GB, ആൻഡ്രോയിഡ് വേർഷൻ 11, പ്രോഡക്റ്റ് മോഡൽ, സിസ്റ്റം അപ്ഗ്രേഡ് ഇൻഫർമേഷൻ, നമ്പർ ഓഫ് പ്രോസസ്സർ, GPU, MAC IDs, ഇത്രയും ഇൻഫർമേഷൻ ആണ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബും നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള കുറച്ച് പ്രീ ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർസ് ഓൾറെഡി തന്നെ ടിവിയിലുണ്ട്. ഫസ്റ്റ് നമുക്ക് യൂട്യൂബ് തന്നെ ചെക്ക് ചെയ്യാം. ടൈപ്പിംഗ് അല്പം ബുദ്ധിമുട്ടാണ്. റിമോട്ട് ഉപയോഗിച്ചിട്ട് വേണമല്ലോ നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാൻ. നല്ല ഹൈ വോളിയം ആയിരുന്നു. പക്ഷേ സ്പീക്കർ ക്വാളിറ്റി തീരെ മോശമാണ്. ചീപ്പ് ക്വാളിറ്റി ചൈനീസ് സ്പീക്കറിലൂടെ കേൾക്കുന്നത് പോലെയുണ്ട്. എന്തായാലും കുറച്ച് ദിവസം നല്ലപോലെ ഒന്ന് യൂസ് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് യൂസർ റിവ്യൂവുമായിട്ട് ഞാൻ ഉടനെ അടുത്ത വീഡിയോയുമായി എത്താം. സോ വെയിറ്റ് ഫോർ ദ സെക്കൻഡ് പാർട്ട്.